Hi guys, good morning and welcome back to another video from Kyrgyzstan. Yes, ഞാൻ ഇപ്പോൾ സെൻട്രൽ ഏഷ്യയിൽ കിർഗിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് അവരേറ്റവും സൗത്ത് പാട്ടായ ഓഷ് എന്ന് പറഞ്ഞ സിറ്റിക്കകത്താണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഇവിടെ എത്തിയത്. കഴിഞ്ഞ ദിവസം ഇവിടെ കറങ്ങി, ഒരു ദിവസം നമ്മളിവിടെ കറങ്ങിയിട്ടുള്ളൂ, പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഉസ്ബെക്കിസ്ഥാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പിൻ്റെ കൺട്രിയാണ്. സ്വിറ്റ്സർലാൻഡ് ഓഫ് ഏഷ്യ എന്നൊക്കെയാണ്, അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യ എന്നൊക്കെയാണ് കിർഗിസ്ഥാനെ വിളിക്കുന്നത്. ബട്ട് വി കെയിം എ റോങ് ടൈം. അതായത് നമ്മൾ വിൻ്ററിലാണ് വന്നിട്ടുള്ളത് ഇവിടെ. വിൻ്ററിൽ ആസ് എ ഇന്ത്യക്കാരൻ തണുപ്പ് അങ്ങനെ അങ്ങോട്ട് ബോഡിക്ക് പറ്റാത്തതുകൊണ്ടും പിന്നെ നമ്മളതിൽ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും ട്രക്ക് ചെയ്ത് ഹൈക്ക് ചെയ്ത് കയറാനൊന്നും നമുക്ക് പറ്റില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ സമ്മറിലാണ് വന്നെങ്കിൽ, അതായത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ഈ ഒരു മാസമാണ് കുഴപ്പമില്ല. നമ്മൾ ഡിസംബറിൽ വന്നു കഴിഞ്ഞാൽ അറിയില്ല, കൊടും തണുപ്പാണ്, -10ഒക്കെയാണ് ഇപ്പോൾ ഞാൻ നിന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പിന്നെ ഒരു 2 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ മഞ്ഞ് വീകാൻ പോകുന്നു എന്നൊക്കെയാണ് പ്രഡിക്ഷൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി ചെന്നിട്ട് ഇതൊക്കെ തൂക്കി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വടിയാവും. സോ വി ഫൈനലി ഡിസൈഡ് വി വിൽ ഗോ ടു ദ ക്യാപിറ്റൽ സിറ്റി ബിഷ്കേക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബിഷ്കേക്ക്, ഇവരുടെ ക്യാപിറ്റൽ സിറ്റിയായ ബിഷ്കേക്കിലോട്ട് പോവുകയാണ്. വളരെ സങ്കടമുണ്ട്, കാരണം ഇവരെ വിസ എടുക്കാൻ $210, $200 മേലെയായി എനിക്ക്. കാരണം അറിയാമല്ലോ ഇവിടുത്തെ വിസ, അത് അറിയാത്തൊരു ഫസ്റ്റ് വീഡിയോ കാണുക. വിസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു രാജ്യമാണ്. വാട്ട് എവർ റീസൺ, എന്താ റീസൺ എന്നറിയില്ല, കുറേ പേരിങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഓഷ് എന്ന് പറഞ്ഞ നഗരത്തിൽ നിന്ന് കിൽജിക്, അല്ലേ, കിൽജിക് കോർണറ ബിൽഡിങ്, അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്. അവിടുന്ന് ബസ് ഉണ്ടാവില്ല ഇവിടെ നമ്മൾ പോണത് മൗണ്ടൻ ഏരിയ ഉണ്ട്. ഉസ്ബെക്കിസ്ഥാനിലും അതുപോലെ കിർഗിസ്ഥാനിലൊക്കെ ഒരു നിയമമുണ്ട്, മൗണ്ടനിൽ കൂടെ ഇത്ര ആളെ കയറ്റിയിട്ട് കൂടുതൽ അത്ര വലിയ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കാറുകളായിരിക്കും ഇവിടെ ടാക്സി ആയിട്ട് കിട്ടുക. അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മൾ ബിഷ്കേക്കിലേക്ക് പോകും. എത്ര രൂപയെന്നൊക്കെ അവിടെ പോയിട്ട് നമുക്ക് ബാർഗെയിൻ ചെയ്യാം. സോ ആദ്യം ഞങ്ങൾ യാൻഡെക്സ് ബുക്ക് ചെയ്തിട്ട് നേരെ കിൽജിക് ബസ് സ്റ്റാൻഡിലോട്ട് പോട്ടെ. ഞങ്ങൾക്ക് യാൻഡെക്സിൽ ലൊക്കേഷൻ കിട്ടുന്നില്ല. അഫ്സൽ ഭായി ആരോട് ചോദിക്കാനൊക്കെ പോയില്ലേ, ഏതോ ലോക്കൽസിനോട്. കിട്ടിയോ? കിട്ടിയോ? നമുക്ക് അങ്ങോട്ടേക്ക് കിട്ടോ. എത്ര രൂപ കാണിക്കണേ? 66 റുപ്യേ? വെറും 66 രൂപയെ? ഇതിലേക്ക് ചെറിയ വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ. ഇതിൽ കറക്റ്റാ. എൻ്റെ മോനെ, ഹൗ ചീപ്പ് ഗൈസ്. നമ്മളെ നാട്ടിൽ വെറും 66 റുപ്യ. എത്ര കിലോമീറ്റർ അത്? ഏകദേശം 3.5 കിലോമീറ്റർ. സോ ചീപ്പ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ പെട്രോളിന് 72 കേട്ടോ, നാട്ടിൽ 100 സംതിങ് ഉണ്ട്. എന്നാലും അത് ഭയങ്കര ചീപ്പായി പോയി. 66 റുപ്യക്ക് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ 100 രൂപ കൊടുക്കാം, എന്നാലും കുഴപ്പമില്ല. എത്ര കിലോമീറ്ററിന് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൗണിൽ ഈ ഒരു ഓഷ്യൻ ഹോസ്റ്റലിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. 2 ദിവസം ഇവിടെ താമസിച്ചു. ഓഷ്യൻ ഹോസ്റ്റൽ വരികയാണെങ്കിൽ ഓഷ്യൽ വരുന്നവരൊക്കെ ഇവിടെ താമസിച്ചോളി. വെറും 2024 ഡിസംബറിൽ വെറും $7 ഉള്ളൂ. ഇനി നിങ്ങൾ വരുന്ന സമയത്ത് എത്രയാണെന്നറിയില്ല. $7 ഇസ് ഫൈൻ. ഓക്കെ, 66 റുപ്യക്ക് നമുക്ക് ഷവറിലെ ബീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. ഞാനേ ഒരു കാര്യം ചെയ്യാം, എന്നാ ഈ പെട്ടി ഇവിടെ വെക്കാം, എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ട് അടിച്ചേക്ക് ഒന്നുകൂടി. അസ്സലാമു അലൈക്കും. So guys, we are going to Kiljik. അങ്ങനെ നമ്മൾ ടാക്സി വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് സെൻറ്റർ, കിൽജിക്ക് എന്ന് പറഞ്ഞ സെൻറ്റർ. അപ്പോൾ മുന്നിൽ കുറച്ച് കാറെല്ലാം നിർത്തിയിട്ടിക്കണ്. നമുക്ക് വില പേശണം. അഫ്സൽ ഭായി കറക്റ്റ് 66 റുപ്യ കൊടുത്തില്ലേ? ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? Assalamualaikum. 250. 250. Один. О, бекті başına. Нет.
നീ ഇങ്ങോട്ട് വന്നത് പറ 1300 വന്നത് പറ Вдвоем, да? അതോ ദുആ Эко пойдет? ദുആ ആ നോ 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 രണ്ടാക്കാ 2000 ഒരാൾക്ക് 2000 എന്നുള്ള രീതിയിലാണ് മുമ്പിൽ ദുആ ആ 2, 4, Один, 2. അതെ 1300 മോയെ ബിഷ്കെക്ദാ ഓസ് ടാക്സി Иди нахуй, заебал нахуй. Понял? Пешком иди. എന്താ പോയി തറക്കിയത് ആ ബിഷ്കെക്ദാ കൊൽക്കത്ത സ്കൂൾ അപ്പോൾ ഗൈസ് ടാക്സി ഞങ്ങൾ 3400 റുപ്യക്ക് ഉറപ്പിച്ച് ഒരാൾക്ക് 1700 ഏകദേശം 600 കിലോമീറ്റർ ഇവിടുന്ന് ഉണ്ട്. ഞങ്ങൾ പിന്നെ കൂടുതൽ വില വശാൻ പോയില്ല. അത് നല്ല ഹുണ്ടായിൻ്റെ നല്ല വണ്ടിയാണ്. പുള്ളിയൊക്കെ വന്നത് ഒരു മിനി വാനിലായിരുന്നു, അതും എത്രയോ മണിക്കൂറുകളെടുത്ത്. ഇത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് വണ്ടിയായതുകൊണ്ട് ഞങ്ങൾ അധികം വില വശാൻ പോയില്ല. സോ ഞാനിവിടെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും ഫുഡ് മേടിക്കട്ടെ. ഞങ്ങൾ നല്ല ഡ്രൈവറാണെന്ന് തോന്നണേ. ഇയാൾ വണ്ടിയൊക്കെ ഓണാക്കിയിട്ട് ഞങ്ങൾക്ക് ഹീറ്ററൊക്കെ ഓണാക്കി തന്നൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. സമയം 7:30 എന്നിട്ടും വെളിച്ചം വെച്ചിട്ടില്ല. ഇപ്പം ഞങ്ങൾ 2 ആളായിട്ടേ ഉള്ളൂ. ഇനി 2 ആൾ വരണം. അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. അതാണ് പ്രശ്നം. ഇന്ന ടൈമിന് പോകുന്നൊന്നും പറയൂല, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. ലാസ്റ്റ് ടൈം ആകുമ്പോൾ പോവും. വെളിച്ചെല്ലാം വെച്ച് സമയം നമ്മളിവിടെ എത്തിയത് 7 മണിക്കല്ലേ, 7:30. ഇപ്പം 8:30 1 മണിക്കൂറായി ഇതിനുള്ളിൽ ഇരിക്കണ്. വെളിച്ചെല്ലാം വന്നേക്ക്. അപ്പോൾ ട്രാഫിക്ക് തുടങ്ങിയിട്ടോ, സിറ്റിയിലോട്ടുള്ള ട്രാഫിക്ക് ഇപ്പോഴേ തുടങ്ങി. ഞങ്ങളിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഇയാൾക്കെതിരെ ആളെ കിട്ടിയിട്ടില്ല എന്ന് തോന്നണേ. ഇനിയിപ്പോ ആളെ കിട്ടിയില്ലെങ്കിൽ അയാൾ ലാസ്റ്റ് ഒരു വാക്ക് പറയും, സോറി കേട്ടോ ഇന്ന് പോകാൻ പറ്റില്ല. കാരണം ഇതേപോലെ ഞാൻ ഇവിടുത്തെ ബിഷ്കേക്കിന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് തലേദിവസം രാത്രി ഒരു ടാക്സി ഇതേപോലെ റെഡിയായി എന്നോട് 1 മണിക്കൂറിനുള്ളിൽ പോവാന്നൊക്കെ പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ വിളിച്ചിട്ട് പറയുന്നത് സോറി ഇന്ന് പോകുന്നില്ല, ക്യാൻസൽ. ഇവര് 4 ആളെ കിട്ടാതെ പോലെ അങ്ങനത്തെ പ്രശ്നമുണ്ട്. നോക്കാം എന്താവോ എന്തോന്ന്. അപ്പൊ ഗൈസ് ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം 9 മണിയായപ്പോൾ നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇതാ സിറ്റി വിട്ട് നമ്മൾ ഗ്രാമങ്ങളിലോട്ട് കയറി. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ഇവിടുത്തെ വീടുകളാട്ടോ. ഇത് റെസ്റ്റോറൻറ്റ്, ഇത് മാഗസിൻ എന്ന് പറയും. അങ്ങനെ ഇതൊക്കെ കൃഷിയിടങ്ങൾ, അഗ്രികൾച്ചർ കൃഷിയിടങ്ങളൊക്കെ താണ്ടിയിട്ടാണ് പോണത്. സിറ്റി വിട്ടപ്പോൾ എല്ലാം കുഞ്ഞു കുഞ്ഞു വീട്. ഭയങ്കര പ്രൗഢിയൊന്നും തോന്നിക്കുന്നില്ല. ഒരു നോർമൽ എന്താ പറയുക ടിപ്പിക്കൽ വില്ലേജ് ഏരിയകളിലുള്ള വീടുകളാണ്. ഇവിടെ എണ്ണയ്ക്ക് 69, പെട്രോളിന് ഡീസലിന് 68. പിന്നെ ഇവിടെ ഏറ്റവും ലാഭം ഗ്യാസ്. എൻ്റെ ഇതിലോടുന്ന ഗ്യാസിലോടുന്ന അതിന് 38 രൂപയുള്ളൂ. ഈ വണ്ടിയൊക്കെ അതാണ്. അപ്പം ഗ്രാമങ്ങൾ താണ്ടി ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ താണ്ടി അങ്ങനെ ഒരു ഇന്ത്യൻ ലുക്ക് ഉണ്ട് ഈ ഏരിയക്കൊക്കെ. പക്ഷേ വേറെ വ്യത്യാസമുണ്ട്. അങ്ങനെ ഇപ്പോൾ 4 ലൈൻ ഹൈവേ ഒന്നുമില്ല. ഒരു നമ്മുടെ നാട്ടിൽ പോലെ സിംഗിൾ ലൈൻ റോഡാണ്. അത്യാവശ്യം സ്പീഡിൽ പോകുന്നുണ്ട്. ഇപ്പുറത്തൊക്കെ കൃഷിയിടങ്ങളാണ് കാണുന്നത്. അങ്ങ് ദൂരെ മലനിരകൾ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ മേലെ കൂടെയാണ് നമ്മൾ പോവുക. അപ്പം നമ്മുടെ വണ്ടിയിലിപ്പം വെഹിക്കിൾ 3 ആളും നാളടക്കം 5 ആൾ കൃത്യം. സോ യാത്ര തുടങ്ങിയിട്ട് ഇപ്പം 1.5 മണിക്കൂറായി. ഒരു മലനിരേൻ്റെ അടിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത്. ഓക്കെ, അതൊരു പള്ളിയാണ്. ചെറിയ ചെറിയ വീടുകൾ. ജസ്റ്റിഫിക്കേഷൻ ഉണ്ടോയെന്നറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെതർ ഭയങ്കര ബാഡാണ്, മൂടി കിടക്കുന്ന ബാഡാണ്. അപ്പോൾ കാലാവസ്ഥ അങ്ങനെ ഉണ്ടാവുള്ളൂ. എനിക്ക് അങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഫോൺ എടുത്തിട്ട് ഫോണിൽ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. വിഷ്വൽസ് അതെനിക്ക് ഗൈസ്, ഈ വിഷ്വൽസ് കാണിച്ചാലും തീരില്ല. നമ്മളിഞ്ഞി പോണത് കരാക്കോൾ, തുത്കുട്ലറ അങ്ങനെ ആ ഏരിയയിലോട്ടാട്ടോ പോണത്.
അതായത് പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഞാൻ നദി എന്ന് പറഞ്ഞില്ലേ, അത് നദി അല്ലായിരുന്നു, ഒരു റിസർവയറാണ്, ഒരു ഡാം. അപ്പം ഈ ഡാം പണ്ട് ഇവിടെ ഇല്ലായിരുന്നു. പണ്ട് ഒരു കുഞ്ഞ് നദി പോലെ ചെറിയൊരു ഇതിങ്ങനെ നദി പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ഇത് 10-20 കൊല്ലം മുന്നേ ഒന്നല്ല കേട്ടോ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള സ്റ്റോറീസാണ് പറഞ്ഞിരുന്നത്. രാജഭരണം, അതിൻ്റെ മുന്നേ എംപയർ, ആ ഒരു സമയത്തൊക്കെ ഉള്ള ഒരു കഥയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരും ഫെർഗാന എന്ന് പറഞ്ഞു ഉസ്ബെക്കിസ്ഥാനിലൊരു സ്ഥലമുണ്ട്, അവിടുത്തെ എംപയറായിട്ട് യുദ്ധം തുടങ്ങി. അപ്പം ഇവിടുത്തെ രാജാവിൻ്റെ യുദ്ധക്കാരൊന്നും അത്ര അങ്ങോട്ട് പോരാ. അപ്പം ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാരില്ലേ, ഈ ഒരു മലനിരേൻ്റെ താഴെ താമസിക്കുന്ന ഏരിയക്കാർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പം രാജാവ് ഇവരെ സഹായം നേടുകയാണ്. അപ്പം ഇവർ പോയിട്ട് യുദ്ധം ചെയ്യും. യുദ്ധം ആരാ ജയിച്ചതെന്നറിയില്ല, അവരാ ഫെർഗാന തന്നെയാണ് ജയിച്ചതെന്നൊക്കെ തോന്നുന്നു. ഇവരും ജയിച്ചു, അങ്ങനെ അടിയിലായി. ഓക്കെ. അപ്പം ഫെർഗാന പരിചയപ്പെട്ടില്ലേ. അപ്പം അവര് മറ്റേ ആ താഴെയുള്ള ടീമുകൾ തോക്കി. പക്ഷെ ആ യുദ്ധത്തിൽ കുറേ പേര് മരിച്ച്, രാജാക്കന്മാരും കുറേ രാജാക്കന്മാരൊക്കെ മരിച്ച്. അപ്പം ഈ രാജാക്കന്മാർക്ക് മരിക്കാണ്ട് മുന്നേ അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെ ശവശരീരം അവിടെ നിന്ന് മരിക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് മറവ് ചെയ്യണം. എന്നിട്ട് ഈ റിസർവയർ നിൽക്കുന്ന സ്ഥലത്താണ് അവരെ കൊണ്ട് മറവ് ചെയ്തപ്പം രാജാക്കന്മാർ ഒരു നിബന്ധന കൂടി വെച്ച്. അതാണ് ഏറ്റവും വലിയ നിബന്ധന. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ഭടന്മാരുണ്ടാവും, എനിക്ക് സ്വന്തം എന്ന് പറയുന്ന കുറച്ച് ഭടന്മാർ, മൂപ്പരെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അവരെയും കൂടെ അതിലിടണം. അതായത് ഞാൻ മരിക്കുന്നതിൻ്റെ കൂടെ പിന്നെ എൻ്റെ കുതിരകൾ, പിന്നെ എൻ്റെ പടക്കോപ്പുകൾ. അങ്ങനെ പുള്ളിക്ക് ഇനി മണ്ണിൻ്റെ അടിയിൽ ജീവിക്കാനുള്ള സാധനങ്ങൾ കൂടിയും വേണമെന്നാണ് പുള്ളി പറഞ്ഞിട്ട്, അങ്ങനെ പുള്ളീൻ്റെ ഭടന്മാരെ മരിക്കാത്തവരെ മരിച്ചിട്ട് അതിൻ്റെ കൂടെ കുഴിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ യൂറോപ്പിലുള്ളതും അങ്ങനത്തെ കുറേ സയൻറ്റിസ്റ്റുകൾ ഇവിടെ വന്നിട്ട് അതൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേനും എന്താക്കി, ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടെ റിസർവെയർ കെട്ടി ഫുള്ള് വെള്ളമാക്കി. അങ്ങനെ കുറേ ഹിസ്റ്ററികൾ ഇതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. നമ്മളറിയാത്ത കുറേ കഥകളില്ലേ. അപ്പോൾ രാജാവിൻ്റെ ഒരു ചിന്താഗതിയൊക്കെ മണ്ണിനടി പോയിട്ടും എനിക്ക് ജീവിക്കണം, അപ്പോൾ കൂടെയുള്ള എല്ലാവരും പോരട്ടെ. അങ്ങനെ എന്തായാലും ആ റിസർവയറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന റിസർവയർ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ വിട്ടുപോയി. അന്നുണ്ടായിരുന്നൊരു ഗോത്രവർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നില്ല ഇവിടെ ഇതിനിടയിൽ താമസിച്ച മല്ലന്മാരായിട്ടുള്ള, അവരിപ്പോഴും പല സ്ഥലത്തും ഗോത്രങ്ങളായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേയൊന്നുമില്ല. അവരൊരു തലമുറക്കാരാണ്. നമ്മൾ കണ്ടില്ലേ ഒളിമ്പിക്സിലൊക്കെ കിർഗിസ്ഥാനൊക്കെ മെഡൽ നേടുന്നത്, അത് ഇവരാണ്. അത്രക്കും പവർഫുൾ ആൾക്കാരാണ്. പട്ടച്ചനടിച്ചോ. അപ്പം അത്രക്കും പവർഫുൾ ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവരിങ്ങനെ ഒളിമ്പിക്സിലൊക്കെ മെഡലൊക്കെ നേടുന്നത്. ഗൈസ്, അങ്ങനെ 1 മണിയായപ്പോൾ പുള്ളി വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിതാ ഇവിടെ ഇരുന്ന് ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാലോ. ഇതാ റെസ്റ്റോറൻറ്റ്. അപ്പം ഇതാണ് റെസ്റ്റോറൻറ്റ്. എല്ലാവരും എങ്ങോട്ടാണ് അവ പോണേ? ഇതിൽ വെള്ളം വരുന്നത് തണുത്തിട്ടാണെന്ന് നോക്കട്ടെ. ഓ എൻ്റെ അമ്മോ, ഐസാവും. നല്ല തണുപ്പുണ്ട്. കുടിവെള്ളം ഇത് ഇപ്പം കുടിക്കണ്ട. ഇപ്പം നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാലോ. ഇസാബിയ. ഞാൻ നാക്കാനാന്ന് ചോദിച്ച്, ശരിക്കും ഇസാബിയ എന്നാണ്. ഇസാബെല്ല. കരക്കോൾ. ഇതാണ് കരക്കോൾ. കരക്കോൾ. അവിടെ ചെക്കൻ. അസ്സലാമു അലൈക്കും. വദ. പതുക്കെ തുറന്നു. അമ്മോ. ഓ, ഇത് അവിടെ ഈ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് പറയാൻ പറ്റും.
മോമോസോ? മന്തിയാ? മന്തി വേണ്ടേ? മന്തി അടിയിലാവും. ഇതിനുള്ളിൽ ആൾക്കാരുണ്ടല്ലോ, ഇഷ്ടമുള്ളടുത്ത് കഴിക്കാൻ. ഇരിക്കി. ഓക്കെ, നമ്മൾ എന്ത് കഴിക്കുന്നു തീരുമാനിക്കും. ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. ഓ പാകിസ്ഥാൻ. എന്താ കഴിക്കുക? ഗുഡ്. വിച്ച് വൺ? Shashlik. ഷഷ്ലിക്. Shashlik. ഇതാണ് ഷഷ്ലിക്. ചിക്കൻ ചിക്കൻ Chicken? ബീഫ് ചിക്കൻ ചിക്കൻ കൊക്കരക്കോക്കോ ചിക്കൻ. Yes. Kruski. ആ ഒരു വേണ്ടേ? ഇത് വേണോ? ഇത് പറഞ്ഞല്ലോ, ഒരെണ്ണം എത്ര? അത് 450 തോന്നുന്നു. ആ Kukureko. കൊക്കരക്കോ. വൺ കൊക്കരക്കോ. One kukureko. ചായ. ചായ. കോഫി. Coffee? Chai? നോ കോഫി. കോഫി. Coffee, yes. ആദ്യം കോഫി. ഓർ നിങ്ങൾക്ക് എന്താ? Adin chai. Black coffee. മിൽക്ക് Milk. കോഫി. ഇതാ. പിന്നെന്താ? പിലാവ് വേണോ? അതൊന്നും മതിയോ? അത് ചായ മതി. അതും ചായ. പട്ടിണി കിടക്കുക നിങ്ങൾ. ഇത് അത് കുറച്ചുണ്ടോ? ഒരു പിലാവും പോരാ. ആദ്യം പിലാവ്. ബീഫ്. One pulao. One. Try. We will try. Then Pepsi. Pepsi, yes. 1 liter. Half. Adalto. Da. Guys, ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ഒരു കഷ്ടപ്പാട്. Coca-Cola. Coca-Cola. You pulao. Adin. ആദ്യം പിലാവില് തികയൂലെന്ന് അത്രേ ഉണ്ടാവുള്ളൂ, കുറച്ചേ ഉണ്ടാവുള്ളൂ. പിലാവ് കൊക്കരക്കോ ആദ്യം. കൊക്കരക്കോ. ചായ. കോഫി. മിൽക്ക് കോഫി. Chai. Black. Normal. ചായ. Chai. Black chai. Green. എനി ചായ. കോഫി. കഷ്ടപ്പാട്. 1 coffee. 2 pulao. Kukureko 1. Chai black. Okay. കൊക്കരക്കോ 1. കൊക്കരക്കോ കോയി. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം കോഫി വന്നു ഇത് കൊണ്ട് മാറ്റിയേക്കട്ടെ. ഇത് ഞങ്ങൾ ചായക്ക് പറഞ്ഞാൽ ഞങ്ങൾ 2 ആളുള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് 3 ഗ്ലാസ് കൊണ്ട് തന്നു. അതെന്തിനറിയോ? ആദ്യം ഒരു ഗ്ലാസ്സിൽ ഇത്തിരി എടുക്കുക, അടുത്തേക്ക് ഒഴിക്കുക. ഇത് കഴുകാൻ എക്സ്ട്രാ കഴുകാനായിട്ട് ഇപ്പം ഇത് കഴുകി ഭയങ്കര സെറ്റപ്പ് അവിടെ. എന്നിട്ട് ചായ വാങ്ങി കുടി. ദിസ് ഈസ് പിന്നെ കിർഗിസ്ഥാൻ ബ്രെഡ് നോക്കട്ടെ.
ചായയിൽ മുക്കിയിട്ടാണ് കഴിക്കുന്നത്. ചായയിലാണോ ഒക്കെ? അമ്മ ഭയങ്കര എരിവുള്ളൊരു ചമ്മന്തി എന്തൊക്കെ ക്വിക്കാവും. അങ്ങനെ നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. ദിസ് ഈസ് കോൾഡ് പിലാവ്. എനിക്ക് ഇഷ്ടമില്ലാത്ത ഫുഡായിരുന്നു. ബീഫില്ലേ നമ്മളെ നാട്ടിലത്തെ പോലെ ഉണ്ട്. ഫ്രൈഡേ അല്ല, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഗൈസ് ഫൈനലി ഞങ്ങളെ കൊക്കരക്ക് വന്ന് ഷാഷ്ലിക്ക്. അയ്യോ ചെറിയൊരു പീസ്, പിന്നെ ചിപ്സ്, ചോറ്, തക്കാളി എല്ലാം ഉണ്ട്. ഷാഷ്ലിക്ക് കിടക്കട്ടെ. കൊള്ളാം. പുള്ളി കൊള്ളാം. മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട്. അപ്പം പിലാവിൻ്റെ കൂടെ കൂട്ടി അടിക്കട്ടെ. ഗൈസ് ഫുഡിന് പൈസ ഞങ്ങൾ ഉദ്ദേശിച്ചതിൻ്റെ കൂടി 1047 രൂപയായി. അപ്പം ഇനി കയറിയിട്ട് പോവാ. അങ്ങനെ ഞാൻ വലിയ യൂട്യൂബർ ആണെന്നുള്ള ഞാൻ അവിടെ പറഞ്ഞ് പൊലിപ്പിച്ച് 4-5 വീഡിയോസ് എല്ലാം കാണിച്ചു കൊടുത്ത്. അപ്പോൾ ഒരു പറഞ്ഞ വീഡിയോ എടുക്ക്. ക്രസീവയാണ്. ക്രസീവ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ, കാണാൻ ബ്യൂട്ടിഫുൾ. ക്രസീവ ബ്യൂട്ടിഫുൾ. അപ്പം നമ്മളിപ്പം ഇനി 300 കിലോമീറ്റർ ഓടാൻ ഉണ്ട്. 6 മണിക്കൂർ എടുക്കും ബിഷ്കേക്കിലോട്ട് പോകുന്ന വഴിക്കാണ്. ഇന്ന് ബ്ലൂ സ്കൈ ഇല്ല. ബ്ലൂ സ്കൈ ഉണ്ടല്ലോ വേറെ ലെവലിലോട്ട് മാറിയാനേ. അപ്പം ഇപ്പം എല്ലാവരായിട്ട് വൻ പരിചയമൊക്കെ ആയിട്ട് വൻ കൂളാണ് കേട്ടോ. ആദ്യം വല്ലാണ്ട് പരിചയമില്ലായിരുന്നു. ഇപ്പം എല്ലാവരോടും പരിചയമൊക്കെ ആയി. നമ്മൾ അടിച്ചാമ്പിളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ കണ്ട കിർഗിസ്ഥാൻ. എൻ്റെ മനസ്സിലുണ്ട് കിർഗിസ്ഥാൻ. വേറൊരു രാജ്യത്തിലും ഇത്ര അടിപൊളി ചുരം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഗൈസ് ഇപ്പം ഞാൻ പോയ ഓരോ രാജ്യങ്ങൾ ഒരിക്കൽ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഓരോ രാജ്യം അടിപൊളിയായിട്ട് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് വേഗം തിരി, നല്ല കിടിലം വ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ക്യാമറ ഓണാക്കിപ്പിച്ചിട്ടുണ്ട് അവർ. അതായത് മൗണ്ടെയിൻ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. നമ്മൾ അവിടെ 2 സൈഡും മൗണ്ടെയിൻസ് കാണാം. മേലെ സ്നേക്ക് എന്ന് പറഞ്ഞാൽ സ്നോ മൗണ്ടെയിൻ കാണാം. അതിൻ്റെ അടിയിൽ ഒരു റിസർവയറും മൊത്തം ഭയങ്കര ഭംഗി അറിഞ്ഞെടുക്കുകയാണ്. ഈ ആകാശം ഇങ്ങനെ അല്ലായിരുന്നു കണ്ടല്ലോ, കുറച്ചുകൂടി നമുക്ക് ഭംഗി കൂടിയാനെ. ഇവിടെയും പശു ഉണ്ട് കേട്ടോ. പശു കൗ എന്നെ തെറി കേൾപ്പിക്കില്ല നിങ്ങള്. ഞാൻ അവിടെ തിരിയുമ്പോൾ കാണിക്കാം. നമ്മളൊരു ചുരം പോലെ ഇങ്ങനെ ഇറങ്ങി കേട്ടോ താഴോട്ട് പോകട്ടോ. പശു അതിന്റെ മേലൊക്കെ ഉണ്ട്. നോക്ക്, അതിന്റെ മേലേതാ പശു. ഈ പശുവിനെ തണുക്കുന്നില്ലേ? ഇവിടെ നിന്നുള്ള വ്യൂ നോക്കട്ടെ. വണ്ടി തിരിയുമ്പോൾ ഒരു കിടിലം വ്യൂ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ അതിനാ വെയിറ്റ് ചെയ്യണം. കണ്ടോ സ്നോ മൗണ്ടെയിൻ. ഇതാണ് ഗൈസ് വ്യൂ. ഓക്കെ, ഫുള്ളി വ്യൂ, ഒരു രക്ഷയില്ല. റിസർവയർ ഡാം പോലെ ആക്കിയിട്ട് അതിൻ്റെ മേലെ സ്നോ മൗണ്ടെയിൻ. ഇതൊക്കെ സ്നോ വെക്കുന്ന സ്ഥലമാണ്. ഇവിടെ
ഇപ്പൊ വീട്ടിലില്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാല് പോകും. ഓ ഇതല്ല അടിപൊളിയില്ലേ, നല്ല ഭംഗി അറിഞ്ഞ സ്ഥലം. സുക്കുൾ തുത്തുകുൾ ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് സ്ഥലമാണ് കേട്ടോ. എത്താ സ്നേക്ക് 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 ഇവിടെ വീകുന്നാണ് പുള്ളി പറഞ്ഞത് കേട്ടോ. ഓന്റെ മോനെ, നമ്മൾ ബൈക്കെല്ലായിട്ട് വന്നിരുന്നുണ്ടല്ലോ, വേറെ രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു കേട്ടോ. ഇവിടെ ഉള്ള ടെന്റെല്ലാം അടിച്ച് കിടന്ന് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യാന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. സ്റ്റേ ചെയ്യണോ? പൈസ വൈദ്യുതി കൊടുത്തിട്ട് ഇറങ്ങിയാലോ? അവിടെ ഗ്രാമമെല്ലാം ഉണ്ട്, അവിടെ ഗ്രാമത്തിൽ താമസിക്കുക, ഈ വ്യൂ കാണുക. ഓ രക്ഷയില്ലടാ, കിർഗിസ്ഥാൻ വേറെ ലെവലാണ്. ഓക്കെ, അമ്മാരി വ്യൂ ഒക്കെ. അവിടെ വീട്, ഇവിടെ ഹോട്ടൽ ഉണ്ടോന്ന് എങ്ങനെ ചോദിക്കുക. വണ്ടിയിലുള്ളവരൊക്കെ മാറിട്ടോ, ഓര് എനിക്ക് വേണ്ടിയിട്ട് ടാക്സി വണ്ടി നിർത്തിയിരിക്കുകയാണ് ഇതിന്റെ വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതാ ഓരെല്ലാരും ഇറങ്ങി വന്നിക്ക്. എന്റെ മോനെ, അതന്നെ ശേ, ഞമ്മളേ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്താ മതിയേനു കേട്ടോ. നോക്ക്, അടിപൊളി. നമ്മൾ അവിടുന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് എങ്ങോട്ട് വന്നത്. നോക്ക്, തണുപ്പ് തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ, വലിയ തണുപ്പൊന്നുമില്ല. ആ വണ്ടി വേണ്ടീനു. അടുത്ത പ്രാവശ്യത്തെ പ്ലാനിൽ ഞാൻ ഉദ്ദേശിക്കണ എന്താ പറയാ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ ഫുള്ള് വണ്ടിയില്. മെഷീൻ വേണം, മെഷീൻ. ഇവിടെ ടെന്റ് അടിച്ചെല്ലാം നിക്കൊക്കെ ചെയ്യാ, ഒരു സീനൊന്നുമില്ല, ആരൊന്നും പറയൊന്നുമില്ല. അടിപൊളി. ഓ അവിടെ അല്ല ഗ്രാമം ഉണ്ട് കേട്ടോ, അവിടെയാണ് ഗ്രാമം. ആ ലേക്കിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത ഏരിയയിലോട്ട് പോവാണ്. ലേക്കിന്റെ ബാക്കി ഇങ്ങനെ കാണുന്നുണ്ട്. കറക്റ്റ് ലഡാക്ക് മൗണ്ടൈൻസിനെ മാറി തന്നെ ഉണ്ട്, പക്കാ ലഡാക്ക്. അവിടെ ആൾ താമസമൊക്കെ പോക്കെല്ലാം പോകുന്നുണ്ട്. ആ വീട്ടിലെ ആളുണ്ട്. ചേട്ടാ ചാൻസ് കിട്ടിയില്ലല്ലോ അവിടെ നിൽക്കാൻ. നമുക്ക് നിർന്നാലും അവിടെ ടെന്റ് വേണ്ട. ആ എന്താണ് തുത്കൂളില് എന്ത്, അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങിയതാണ് ഈ സ്നോ മൗണ്ടെയിൻ കാണാൻ വേണ്ടിയിട്ട്. ആ സ്ഥലത്ത് നമ്മൾ ഫൈനലി എത്തിയിരിക്കുകയാണ്. പക്ക മണാലി ലഡാക്ക്, അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും പറയാനില്ല. അതിമനോഹരം, ഒരു രക്ഷയില്ല. ഇനിയൊരു 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗവും എല്ലാം പോലെ ആയിട്ട് മാറും. ഈ റോഡൊക്കെ പിന്നീട് ഇതുപോലെ വണ്ടി ഓടിച്ച് പോലെ നടക്കൂല, ചില ദിവസങ്ങൾ ബ്ലോക്ക് ആയിരിക്കും. അപ്പം ആ ലെവലിലോട്ടൊക്കെ മാറുകയാണ്. സ്നോ പെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഡിസംബർ മന്താണല്ലോ, അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം. വണ്ടി നാശമായിട്ട് ഒരാളുണ്ട്, ടീം കിടക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ നിൽക്കണം. അത് ഫോട്ടോ എടുക്കാം കേട്ടോ, സോറി. എന്തായാലും അടിപൊളി മനോഹരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല റോഡൊന്നും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നൊന്നുമില്ല കേട്ടോ. ഇവിടെ നമ്മൾ ഇന്ത്യയിലെ റോഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയും പെയ്യും, സ്നോയും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇവിടെ മഴ അത്ര ഉണ്ടാവില്ല. പിന്നെ ജപ്പാനും ഇവരൊക്കെ കൂടി കുറേ ടണൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടോ, അതൊക്കെ കാണാൻ പറ്റി. വ്യൂ രക്ഷയില്ല, പക്ക സ്നോ മൗണ്ടെയിൻസ് ആട്ടത് കാണുന്നത്. അതായത് നമ്മൾ ലഡാക്കിലൊക്കെ പോയി മണാലി വഴിയൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന അതേ ലാൻഡ്സ്കേപ്പാണ് ഇവിടെയുള്ളത്. ഒറ്റ വ്യത്യാസമില്ല, കറക്റ്റ് ലഡാക്ക് ലാൻഡ്സ്കേപ്പ്. മണാലി വഴി അങ്ങോട്ട് പോകുന്ന ആ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെ ഒറ്റ വ്യത്യാസമില്ല കേട്ടോ. ഓക്കെ, സ്നോ വീണ് തുടങ്ങാന്നേ ഉള്ളൂ. ലോറിയൊക്കെ പോകണേ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം, നല്ല ഭംഗി. നമ്മൾ വന്ന് എക്സ്ട്രീം
സ്നോ മൗണ്ടനിൽ എത്തിയിരിക്കുകയാണ്. നോക്കിയേ, അടിപൊളി സ്നേക്ക് മൗണ്ടൻ. സ്നേക്ക് മൗണ്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിർഗിസ്ഥാനിൽ സ്നോ, മഞ്ഞ് എന്നാണ് അർത്ഥം. ഇവിടെ ഫുള്ള് മഞ്ഞ്, കട്ട മഞ്ഞ് കേട്ടോ. റോട്ടിൽ വെച്ച് കുളിക്കുക എല്ലായിടത്തും കടുത്ത മഞ്ഞാട്ടോ കിടന്നത്. നമ്മളെ ജീവിതത്തിൽ ഓരോ രാജ്യങ്ങൾ പോയി കാണണം. അപ്പോഴാണ് ആ രാജ്യത്തിൻ്റെ ഭംഗി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുള്ളൂ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കേരളം കാണും. കേരളം കണ്ടതിന് ശേഷം ഇന്ത്യ കാണും. ഇന്ത്യ കണ്ടതിന് ശേഷം ഇതുപോലത്തെ നമ്മളെ കുക്കിന് ഒതുങ്ങുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെ. നേപ്പാൾ, ശ്രീലങ്ക, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ ഒക്കെ. അതായത് നമ്മൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന രാജ്യങ്ങളാണിത്. കസാക്കിസ്ഥാനിൽ ഇറങ്ങി ഉസ്ബെക്കിസ്ഥാനിൽ പോകാം, ഉസ്ബെക്കിസ്ഥാൻ തജിക്കിസ്ഥാനിൽ പോകാം, തജിക്കിസ്ഥാൻ കിർഗിസ്ഥാനിൽ പോകാം, കിർഗിസ്ഥാനിൽ വീണ്ടും കസാക്കിസ്ഥാനിൽ പോയിട്ട് തിരിച്ചു പോകാം. എൻ്റെ അഭിപ്രായത്തിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം ഫുള്ള് അടിച്ച് പൊളിയിട്ട് കറങ്ങി കാണാം. നിങ്ങൾ 1 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് കാണല്ലേ. നിങ്ങളെ താമസം, ഫുഡ്, വിസ, ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം കൂടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു വെയിലടിച്ച്, അപ്പോൾ നിങ്ങൾക്ക് ആ വിഷ്വൽസ് ഒന്നും കൂടി കാണിക്കണം എന്നുണ്ട്. നാളെ മുതൽ മഞ്ഞ് വെക്കുക കേട്ടോ. മേലെ ആകാശമൊക്കെ ഇരുട്ട് കൂടി വരുന്നുണ്ട്. ഞങ്ങൾക്കൊരു പേടി, പോണമെങ്കിൽ മഞ്ഞ് വെക്കുമെന്ന്. അവിടെ നിങ്ങൾ പറപ്പിച്ച് വിടുക കേട്ടോ. ബൈ ബൈ. അപ്പോൾ ഫൈനലി വി റീച്ച്. താങ്ക് യു പസിബ റഹ്മത്ത്. ഫൈനലി വി റീച്ച് ബിഷ്കേക്ക്. ഇനി നമ്മൾ ഹോസ്റ്റലിലോട്ട് എന്തിട് യാണ്ടക്സിട്. നമ്മളിപ്പോ ഉള്ളത് എവിടെയാ പറയാ? ഇതാണ് ഓഷ് മാർക്കറ്റ്. ഇതാ ടോഷ് മാർക്കറ്റ്. ഇവിടുത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇത്. രാത്രി ആവുകൊണ്ട് കണ്ണ് കാണില്ല. അത്രയുണ്ട്. ഇപ്പൊ തിരക്കുറണ്ട്. വൈകുന്നേരമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാല് ലോക്കറ്റിന് നടക്കേണ്ടി വരും. വേഗം ലൊക്കേഷൻ തന്നില്ലേ? നമ്മളെ ഇവിടെ ഒരാൾ കിടപ്പുണ്ട്. ഇതാണ് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മളെ സ്റ്റേയിലെത്തിയിട്ട് ഹോസ്റ്റലിലേക്ക് ഗസ്റ്റ് ഹൗസ്. ഒരാൾക്ക് വെറും $5 കഴിച്ചു. വെറും $5. അതായത് 450 രൂപ റൂം കിട്ടി. അതും കിച്ചണ്, പാത്രം, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഒരു തുർക്കിക്കാരൻ നടത്തുന്നതാണ്. അപ്പം ഹോൾ സെറ്റ്. ആളെ പേരോ മനസ്സിലായി? പുള്ളി പറഞ്ഞു അതാ ഞാൻ പറഞ്ഞു അമീർ തൈമൂർ എന്നുള്ളത്. അതായത് ഇവിടുത്തെ ഒരു പഴയകാല ഇവരുടെ ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ അമീർ തൈമൂർ. അതായത് പഴയ കാലത്ത് ഡൽഹി സുൽത്താനേറ്റിന് വേണ്ടിയിട്ടും മുഗൾ രാജവംശത്തിന് വേണ്ടിയിട്ടും പട നയിക്കാൻ വേണ്ടിയിട്ട് വന്ന സൈനാധിപനായിരുന്നു ഇയാള്. പിന്നെ അത് ഓട്ടോമൻ സാമ്രാജ്യത്തിലൊക്കെ അറിയപ്പെടുന്ന സൈനാധിപനാണ്. അപ്പൊ അയാളോടെല്ലാം ബഹുമാനാർത്ഥാണ്. ഓക്കെ, അപ്പോൾ സംഗതി ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഗൈസ്, ഇന്നൊന്ന് വിശക്കുണ്ട്, ഒന്ന് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പം നാളെ മുതലായിരിക്കും ബിഷ്കേക്കിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ.